ഹായ്. അപ്പോഴേ ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പം നമുക്കിന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. നമ്മൾ ഇതേപോലെ മിക്സിയുടെയൊക്കെ ജാറ് അതിൻ്റെ വാഷർ ലൂസായി പോയാൽ നമുക്ക് ഇതേപോലത്തെ ഒരു റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ആ വാഷർ ലൂസ് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ആ വാഷറിൻ്റെ പുറത്തായിട്ട് ഇതുപോലൊരു ഒന്നോ രണ്ടോ ഒന്നിട്ടിട്ട് ശരിയായില്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ആ അടപ്പിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരപ്പൊക്കെ അരയ്ക്കുകയാണെങ്കിൽ ഒട്ടും പുറത്തോട്ട് തെറിച്ച് പോകത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അരിയാട്ടുന്ന ജാറിനകത്താണേലും ഇതുപോലെ നമുക്ക് അടപ്പിനകത്തോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും കണ്ടോ. പിന്നെ നമ്മൾ എത്ര അരച്ചാലും പുറത്തോട്ട് ചാടിപ്പോവില്ല. അടുത്തതായിട്ട് നമ്മൾ ഇതേപോലെ ബീട്രൂട്ട് മേടിക്കുമ്പം ഒന്നെങ്കിൽ അതിനകത്ത് വാടിയത് കാണൂലേ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫ്രീസറിനകത്തോട്ട് ഒരു അരമണിക്കൂർ ഒന്ന് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ ചെത്തിയെടുക്കുകയാണെങ്കിൽ നമ്മൾ മേടിച്ചതൊരു ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ വാടിയ തൊലിയാണെങ്കിൽ നമുക്ക് ചെത്താനൊക്കെ പാടായിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെത്തിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ. നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ മേടിച്ചിട്ട് പെട്ടെന്ന് പഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ അരിക്കകത്തോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ നമ്മളെ അമ്മമാരൊക്കെ അങ്ങനെയാണല്ലോ ചെയ്യാറ്. പണ്ട് പെട്ടെന്ന് പഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാങ്ങയൊക്കെ അരിക്കകത്ത് കലത്തിനകത്തൊക്കെ വെച്ച് അടച്ച് വയ്ക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ കളർ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ. ഇനി നമുക്കതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ പൗഡറാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് തറ തുടയ്ക്കാൻ വേണ്ടിയിട്ടും അതേപോലെ സിങ്കിനകത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട് വാഷ് ബേസിനകത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു സൊല്യൂഷൻ അടിപൊളിയാണ്. അപ്പോൾ നമുക്കിതുകൊണ്ട് വെള്ളം ചൂടായിട്ട് വരുമ്പോഴത്തേന് അതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങളെന്ന് വെച്ചാൽ കർപ്പൂരം. ഇപ്പോൾ 2-3 കർപ്പൂരം എടുക്കുക. ഇതിപ്പോൾ ഞാൻ 2 കർപ്പൂരം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പൊടിച്ചെടുക്കാം. പിന്നെ വേണ്ടത് പൗഡറാണ്. പൗഡർ കുറച്ചിട്ട് കൊടുക്കാവേ. അപ്പോൾ പൗഡർ കുറച്ചിട്ട് കൊടുക്കാം. എക്സ്പയറായ പൗഡറാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിലിട്ട് തിളയ്ക്കുമ്പോഴത്തേന് നല്ലൊരു മണമാണ്. വീട് മുഴുവനും നല്ല പൗഡറിൻ്റെ ആ ഒരു മണം നമുക്ക് നിൽക്കും കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ വെള്ളം തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് പൗഡർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കർപ്പൂരം പൊടിച്ചതിട്ട് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ പരലുപ്പ് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പരലുപ്പാകുമ്പോൾ അണുക്കളെയൊക്കെ നശിപ്പിക്കാനൊക്കെ നല്ലൊരു കഴിവുണ്ട്. അപ്പോൾ നമ്മൾ തറയൊക്കെ തുടയ്ക്കുന്നതിനും അതുപോലെ സിങ്കിനകത്തൊക്കെ ഒഴിക്കുമ്പോഴത്തേനും ഒരു നല്ലൊരു എഫക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ പരലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൗഡർ വെള്ളം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് കർപ്പൂരം കൈ വെച്ച് നിവിടുമ്പം തന്നെ പൊടിഞ്ഞ് കിട്ടും. ഞാൻ 2 കർപ്പൂരവും പൊടിച്ച് അതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. ഇത് 3 സാധനം മാത്രം മതി. എന്തായാലും നമ്മുടെ വീട്ടിലൊക്കെ ഇതൊട്ടും കാണാതിരിക്കത്തില്ലല്ലോ. കാരണം പുറത്തു നിന്നൊക്കെ വെറുതെ കെമിക്കലൊക്കെ മേടിച്ചിട്ട് നമ്മൾ സൊല്യൂഷൻ ഒഴിക്കുന്നതിനേക്കാളും നമ്മളെ വീട്ടിൽ തന്നെ നിസ്സാരമായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു പൗഡറിൻ്റെ മണം നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മാറ്റാം. അത് നമുക്ക് സിങ്കിനകത്തൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ഡൈനിങ് ടേബിള് ഗ്യാസ് അടുപ്പൊക്കെ തുടയ്ക്കാം. അപ്പോൾ നമുക്ക് സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് അപ്പോൾ ബാക്കി വെള്ളം ഞാൻ തുടയ്ക്കുന്ന ബക്കറ്റിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തുടയ്ക്കാൻ ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പം എന്തുകൊണ്ട് തുടയ്ക്കാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മണമാണ് കർപ്പൂരത്തിൻ്റെയും അതേപോലെ പൗഡറിൻ്റെയും. അപ്പോൾ ഈ ഒരു വെള്ളം വെച്ചിട്ട് തുടയ്ക്കുകയാണെങ്കിൽ നമ്മൾ തറയിൽ ഈച്ച അതുപോലെ തന്നെ ഉറുമ്പുകൾ ഈ ശല്യമൊന്നും കാണത്തില്ല കേട്ടോ. നല്ലൊരു മണമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കർപ്പൂരവും കൂടെ ഉള്ളതുകൊണ്ട് തന്നെയും പിന്നെ ഈച്ചയുടെയും പാറ്റയുടെയും പല്ലിയുടെയും ശല്യം ഒന്നും കാണത്തില്ല നമ്മൾ തറ. അതേപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ അടിഭാഗം തുടയ്ക്കുന്നതിനാണേലും അതേപോലെ കറ പിടിച്ച ടൈലിൻ്റെ ഭാഗം നമ്മൾ ഗ്യാസ് ഊറ്റിയൊക്കെ വെച്ചിട്ട് കറയാവത്തില്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഇത് വെച്ച് അങ്ങ് തുടച്ചെടുക്കുക. ഇപ്പോൾ കണ്ടോ തുടച്ച സ്ഥലവും തുടയ്ക്കാത്ത സ്ഥലവും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്നാണ്ട് ഞാൻ കാണിച്ചു തരാമേ. ഇത് കണ്ടോ, ഇത് തുടച്ച സ്ഥലമാണേ. തുടയ്ക്കാത്ത സ്ഥലം നോക്കിക്കോണേ. കണ്ടോ ആ ഒരു വ്യത്യാസം കണ്ടോ. അപ്പം നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് തുടയ്ക്കുകയാണെങ്കിൽ വീട് മൊത്തവും നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും. നല്ലൊരു മണം കിട്ടും. അതുപോലെ തന്നെ ഉറുമ്പ് ശല്യം ഈച്ച ശല്യമൊന്നും കാണത്തില്ല.
അപ്പോൾ ഇതേപോലെ ദാണ്ടെ നമ്മുടെ ഗ്യാസ് ഇരിക്കുന്ന ഭാഗത്ത് കറയൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ ഫ്രിഡ്ജിൻ്റെ ചുറ്റുഭാഗത്തും നമ്മൾ എപ്പോഴും സാധനങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേനും അവിടെ ആ ഭാഗത്ത് നല്ല രീതിയിൽ അഴുക്ക് കാണും കേട്ടോ. ഇതൊക്കെ ഒന്ന് വെച്ചൊന്ന് തേച്ച് കൊടുത്താൽ മാത്രം പെട്ടെന്ന് തന്നെ ഇളകിപ്പോട്ടോ. അപ്പോൾ വളരെ നിസ്സാരമായിട്ട് ഞാൻ കാണിച്ച ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാനിയായിരിക്കുന്നു. അതുപോലെ നമ്മൾ ആ പാത്രത്തിനകത്ത് കുറച്ച് മാറ്റി വെച്ചില്ല, അത് ഇതേപോലെ സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗത്തും അതുപോലെ ഡൈനിങ് ടേബിളിലും ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും ഈച്ചയൊന്നും വന്നിരിക്കത്തില്ല, ഉറുമ്പ് ശല്യം കാണത്തില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ സിങ്കിനകത്തും വാഷ് ബേസിനകത്തും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് ചെറിയ പ്രാണികളും പാറ്റ കുഞ്ഞുങ്ങളൊക്കെ വരുമല്ലോ, അപ്പോൾ അതെല്ലാം ഒഴിവാക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഡൈനിങ് ടേബിളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണേ. എന്നിട്ടൊന്ന് തുടച്ചെടുക്കണം കേട്ടോ, നല്ലൊരു ടവൽ വെച്ച് തുടച്ചെടുക്കണം. ബാക്കി ഞാൻ ഇതുകൊണ്ട് സിങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പം ആ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ ഒരു സാധനവും കയറി വരില്ല. അപ്പോൾ ഇന്ന് കാണിച്ച ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാനിയായിരിക്കുന്നു. ഇത് യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.